നമസ്കാരം. ആദ്യ ഞായറാഴ്ച പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് തന്നെ തുടരുകയാണ് ലാലേട്ടൻ ചിത്രം ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ. OTT റിലീസിന് ശേഷം ചിത്രത്തിന് എത്രത്തോളം വലിയ തുകകൾ കണ്ടെത്താൻ സാധിച്ചെന്ന് വീഡിയോ അകത്ത് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മലയാളത്തിൽ ആദ്യമായിട്ട് 50 കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രമുള്ള ദൃശ്യം സിനിമ. അതിന്റെ ഫ്രാഞ്ചൈസിയിലെത്തിയ മൂന്നാമത്തെ ചിത്രം ഇപ്പോഴത്തെ സകല റെക്കോർഡും ബ്രേക്ക് ചെയ്ത് ബിസിനസ് ഉൾപ്പെടെ വലിയൊരു കളക്ഷൻ സ്വന്തമാക്കുന്ന ചിത്രം ഇപ്പോഴത്തെ 5ാം ഭാഗത്തിലോട്ട് കടന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 28 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമായിരിക്കുകയാണ്. ലാലേട്ടൻ, മീന, അൻസിബ, മുരളി ഗോപി, സിദ്ദിഖ്, ആശ ശരത്ത് തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു ജോസഫാണ് 3ാം ഭാഗം അണിയിച്ചൊരുക്കിയിട്ടുണ്ടായത്. ചിത്രത്തിന് തിരക്കഥ രചിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം ആദ്യ 28 ദിവസങ്ങൾ പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 239 കോടി രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കേരള ബോക്സ് ഓഫീസിന് മാത്രം ഏകദേശം 90 കോടി രൂപയോളം സ്വന്തമാക്കിയ ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് 127 കോടി 50 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയപ്പോൾ ഓവർസീസിൽ നിന്നായിട്ട് 111 കോടി 70 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 239 കോടി 20 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. 5ാം ഭാഗത്തോട്ട് കടന്ന ചിത്രത്തിന് ഇപ്പോഴും തിയേറ്ററുകളിൽ മികച്ച ഒരു ഹോൾഡ് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം ചിത്രം ബിസിനസ് ഉൾപ്പെടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 330 കോടി രൂപ സ്വന്തമാക്കിയതായിട്ടാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയം ഇതിനോടൊപ്പം തന്നെ സ്വന്തമാക്കിയ ചിത്രം ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷൻ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യുമെന്ന് കണ്ടുതന്നെ അറിയാം. അപ്പം ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ചിത്രം ഇനിയും വലിയ കളക്ഷൻ സ്വന്തമാക്കുക ഇല്ലെന്നാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതുകൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.